അത്തം 10 പൊന്നോണം. ഓണമിങ് അടുക്കാറായി. ഓണത്തിൻ്റെ സ്പെഷ്യലോ ഓണസദ്യ. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് അച്ചാർ അല്ലേ? നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് അച്ചാർ. അപ്പം എല്ലാവർക്കും വോയിസ് ഫ്രം മദീനയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും മോൾ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത് കണ്ടില്ലേ, അച്ചാറാണ് കേട്ടോ. അച്ചാറെന്ന് പറയുമ്പോൾ നല്ല ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 വെറൈറ്റി അച്ചാർ. ഒരു വീഡിയോയിൽ 3 വെറൈറ്റി അച്ചാർ എങ്ങനെയുണ്ട്? കുറച്ച് സാധനങ്ങൾ മാത്രം മതി, കുറേ സാധനങ്ങളോ ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട. ഇതാ ഈ കാണുന്നത് നമ്മുടെ ഈത്തപ്പഴം അച്ചാറാ. ഇതാണെങ്കിലോ നാരങ്ങ അച്ചാർ. ഇതാണെങ്കിൽ ഈത്തപ്പഴവും നാരങ്ങയും കൂടി മിക്സ് ചെയ്ത അച്ചാർ. അപ്പം നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഈ 3 അച്ചാറുകൾ ഉണ്ടാക്കാൻ ആകെ മൊത്തത്തിൽ ഈ കാണുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. കാശ് ചെലവാക്കി കുറേ സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ, നിങ്ങൾ നോക്കിക്കേ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. ഇതാ നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ട കുട്ടപ്പനാണ് ഈ കാണുന്നത്. നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട നാരങ്ങ ഞങ്ങൾ കുറേ ഒരു 2 മാസത്തോളമായി ഉപ്പിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതിന് നമ്മൾക്ക് ഉപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉപ്പിലിട്ടിട്ട് വെച്ചതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് നമ്മൾക്ക് ചുമ്മാ രാവിലെ കഞ്ഞിൻ്റെ കൂടെ ഒരു കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഞരടി ഇട്ടിട്ട് തിന്നാലുണ്ടല്ലോ, ഓ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ നാരങ്ങ ആണ് നമ്മൾ നാരങ്ങ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് നാരങ്ങയും ഡേറ്റ്സും കൂടിയുള്ള അച്ചാർ. ഇത് കണ്ടില്ലേ, അതിന് നമ്മൾ ഇതേ നാരങ്ങയുടെ തന്നെ മുന്നേ ഉപയോഗിച്ച അതേ നാരങ്ങയുടെ തന്നെ കുറച്ച് നാരങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളന്ന് മരത്തിൽ കയറി ഡേറ്റ്സ് പറിക്കാൻ പോയില്ലേ, ഈന്തപ്പഴം പറിക്കാൻ പോയില്ലേ, ആ ഈന്തപ്പഴമാണിത്. അതിതാ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയ പീസസ് ആയി മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് വെച്ചാണ് നമ്മള് ഈന്തപ്പഴവും നാരങ്ങയും കൂടിയുള്ള അച്ചാർ ഇടാൻ പോകുന്നത്. പിന്നെ ഇതാ ഈന്തപ്പഴം മാത്രമായിട്ടുള്ള അച്ചാർ. അതിനിതാ കുറച്ച് ഈന്തപ്പഴം മാത്രമായിട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ സാധനങ്ങളുടെ കൂടെ അച്ചാറാക്കുന്ന സാധനങ്ങൾ നമ്പർ 1 എരിവ്. മുളക് പൊടി ഇല്ലാതെ നമ്മൾക്ക് എന്താ ആഘോഷം അല്ലേ? എരിവില്ലാത്തൊരു ഭക്ഷണം മലയാളികൾക്കുണ്ടോ? അത് അച്ചാറാണെങ്കിലോ അച്ചാറില്ലാത്തൊരു ജീവിതവുമില്ല മലയാളികൾക്ക്. അപ്പതാ നല്ല മുളക് പൊടിയാണ്. ഇത് നിങ്ങൾ ആവശ്യത്തിന് ഇടണം കേട്ടോ. അടുത്ത സാധനം ഇതാ, ഇത് ഒരു കുടം വെളുത്തുള്ളി. ഒരു കുടം വെളുത്തുള്ളി പറഞ്ഞാ ഇതിലൊരു 8-9 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാ, കുനാന്ന് മുറിച്ചു വെച്ചത് ഈ വെളുത്തുള്ളി. പിന്നെ നമ്മുടെ കുട്ടപ്പൻ കടുക് വേണല്ലോ താളിച്ചൊഴിക്കാൻ. അടുത്തത് ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്.
ഇതെല്ലാം താളിച്ചൊഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ അച്ചാറിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ നമ്മുടെ സ്വന്തം കായപ്പൊടി, നാട്ടിലെ കായപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും ഈ കായപ്പൊടി ഇടുകയാണെങ്കിൽ. പിന്നെ അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റും ആവും. കായപ്പൊടി ആവശ്യത്തിന് ഇടാം. അടുത്ത സാധനം കണ്ടോ, വിനാഗിരി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സൊർക്കാന്നാണ് കേട്ടോ പറയാ. വിനേഗർ, നല്ല അടിപൊളി വിനേഗർ ഉണ്ട്. വിനാഗിരി, സൊർക്ക, ഇത് നമ്മൾക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് നമ്മൾക്ക് ആകെ ആവശ്യമുള്ളത് നമ്മുടെ ഈ ഈന്തപ്പഴം മാത്രമുള്ള അച്ചാറിനാണ്. ബാക്കി നമ്മുടെ ഈന്തപ്പഴവും നാരങ്ങയും കൂടി ഇടാൻ പോകുന്ന അച്ചാറിനും നാരങ്ങ അച്ചാറിനും ഉപ്പ് വേണ്ട. എന്താണെന്നറിയോ ഉപ്പ് വേണ്ടാത്തത്? പറ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഉപ്പ് വേണ്ടാത്തത് എന്താ? ഈ നാരങ്ങ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചതാണ്, അതുകൊണ്ട് തന്നെ ഉപ്പ് വേണ്ടാത്തത്. അപ്പൊ നമ്മൾക്ക് ഇനി ഇത് നാരങ്ങ അച്ചാറാക്കാൻ പോകാം. ഈ വക സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുപോയിട്ട് നമ്മൾക്ക് നാരങ്ങ അച്ചാറാക്കാൻ അടുപ്പിലോട്ട് പോവാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇതിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. താളിച്ചൊഴിക്കുമ്പോൾ കറിവേപ്പില ഇട്ടാല് കുറച്ചും കൂടി നല്ല ടേസ്റ്റും നല്ല മണവും കിട്ടും. അപ്പൊ നമ്മൾക്ക് ഇത് അച്ചാറാക്കാൻ പോയാലോ? കമോൺ. പാൻ ചൂടായിട്ട് നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. എന്താ, നമ്മൾക്ക് വെളിച്ചെണ്ണ കൊണ്ടുള്ള ഭക്ഷണങ്ങളാണല്ലോ ഒരുപാട് ഇഷ്ടം. അപ്പൊ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം. അടുത്തൊന്നും നിക്കല്ലേ, ഇപ്പൊ കടുക് പൊട്ടിത്തെറിച്ച് ഫോണിന്റെ ക്യാമറയൊക്കെ നാശമാവും, കൂട്ടത്തില് നിങ്ങളുടെ മുഖവും. അപ്പൊ നമ്മൾക്ക് കടുക് പൊട്ടുന്നത് വരയ്ക്കും കാത്തിരിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ കടുക് പൊട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചോപ്പ്ഡ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇപ്പം കറിവേപ്പില ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹായ്, ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് എരിവാണ് വേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി. നമ്മളിപ്പോൾ എല്ലാ അച്ചാറിനും കൂടിയുള്ള കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എടുത്ത 4 സ്പൂണ് മുളക് പൊടി മൊത്തമായും ചില്ലറയായും ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കി വഴറ്റി എടുത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുക.
1 ടീസ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മറക്കരുത് മിക്സ് വെള്ള്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പൊ ഇതാ നമ്മുടെ അച്ചാറിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ 3ആയിട്ട് ഭാഗിക്കണം. എന്തിനാണെന്നറിയോ? കണ്ടില്ലേ നമ്മുടെ 3 തരത്തിലുള്ള അച്ചാറ് ഇതിലിട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ മസാലക്കൂട്ട് ഓരോ സ്പൂണുകളായിട്ട് എടുത്തിട്ട് നമ്മുടെ 3 അച്ചാറുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ 3ആയിട്ട് ഭാഗിച്ചിട്ട് ഈന്തപ്പഴം അച്ചാറും ഈന്തപ്പഴം നാരങ്ങയുമായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനത്തിലും അതുപോലെ നാരങ്ങ ഉപ്പിലിട്ടയിലും ഇട്ട് വെച്ചിട്ടുണ്ട് ഈ അച്ചാറിന്റെ കൂട്ട്. ഇനി എന്താ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച്. ഇതാ ഇപ്പൊ ആ ഡിവൈഡ് ചെയ്ത മസാലക്കൂട്ടിനെ നമ്മൾ വീണ്ടും ആ കഷ്ണങ്ങളോട് നമ്മുടെ പാനിലോട്ട് ഇട്ടു. ഇപ്പൊ പാനിൽ തീയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ആരും പാനിൽ തീ ഉണ്ടെന്നൊന്നും വിചാരിക്കല്ലേ. ഗ്യാസ് ഓഫ് ചെയ്ത പാനാണിത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ അച്ചാറാണെങ്കിൽ നാരങ്ങയാണെങ്കിൽ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പൊ ഇത് മാത്രമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾക്ക് ഈ മിക്സുകൾ ഈന്തപ്പഴത്തിന്റെ മിക്സും അതുപോലെ തന്നെ ഈന്തപ്പഴവും നാരങ്ങയും കൂടിയുള്ള അച്ചാറാക്കേണ്ട മിക്സിലും ഇതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാം. അച്ചാർ ഇട്ട് വെക്കാന് നല്ല അടച്ചുറപ്പുള്ള 3 കുപ്പി പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ ജാറുകള് കണ്ടില്ലേ, മൂടി വെക്കാൻ പറ്റും. ഇത് നന്നായിട്ട് എയർ ടൈറ്റൻഡ് ജാർസ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇതിലോട്ട് നമ്മുടെ അച്ചാറുകളുടെ കൂട്ടുകൾ വെച്ചു കൊടുക്കാം. എംടി ബോട്ടിലോട്ട് 1/4 ബോട്ടിലേക്ക് ജസ്റ്റ് ഈ അച്ചാർ മിശ്രിതം ഇട്ട് കൊടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മുടെ 3 അച്ചാർ കൂട്ടുകളും 3 ജാറിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ നാരങ്ങയും ഈത്തപ്പഴം കൂടിയുള്ള അച്ചാറ്. ഇത് നമ്മുടെ നാരങ്ങ അച്ചാറ്. ഹായ്, എന്തൊരു മണം. അടുത്ത ഇത് നമ്മുടെ ഈത്തപ്പഴത്തിന്റെ അച്ചാറ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഈത്തപ്പഴം അച്ചാർ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടാവും. അതുപോലെ ഇത് വേവിച്ചില്ലല്ലോ എന്നും ആലോചിക്കുന്നുണ്ടാവും. അതിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടും, നോക്കിക്കോ. എന്താ കണ്ടില്ലേ ഒഴിഞ്ഞു വരുന്നത്? എന്താ ഇത്? നമ്മുടെ സോർക്ക വിനാഗിരി അതൊഴിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ വിനാഗിരിയിൽ ഇതങ്ങോട്ട് കിടക്കുമ്പോഴാണ് ഇതങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി അച്ചാറായി മാറുക. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വിനാഗിരിയിൽ ഈ ഈത്തപ്പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. എന്താ ഇപ്പം ഈത്തപ്പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണല്ലോ അല്ലേ? അപ്പൊ
അപ്പൊ ഇതാ നമ്മുടെ ഈത്തപ്പഴമച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇതിഞ്ഞ് ഇതിൽ കിടന്ന് സ്മൂത്തായി നല്ല ടേസ്റ്റി ആയിട്ട് മാറും. ഒരു 2 ദിവസത്തിന് ശേഷമൊക്കെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് നമ്മൾക്ക് എയർ ടൈറ്റിന്റെ കണ്ടെയ്നർ ആണല്ലോ, നന്നായിട്ട് അങ്ങോട്ട് മൂടി വെക്കാം. മൂടിയേ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നാരങ്ങ അച്ചാറിലും അതുപോലെ തന്നെ നാരങ്ങയും ഈത്തപ്പഴവും കൂടിയുള്ള അച്ചാറിലും ആ വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാരങ്ങ അച്ചാർ അങ്ങനെ ഇരിക്കൊന്നും വേണ്ട കേട്ടോ. നാരങ്ങ ഓൾറെഡി ഉപ്പിലിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മുടെ നാരങ്ങ ഈത്തപ്പഴം അച്ചാറും വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾക്ക് ഈ മൂടി അടച്ച് വെക്കാം. നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ. നാട്ടിലെ കുപ്പികളൊക്കെ ആണെങ്കിൽ അപ്പതാ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാറുകളെല്ലാം. ഇതൊക്കെ അടച്ച് വെച്ചിട്ടും നല്ല അടിപൊളി മണം വരുന്നുണ്ട് അച്ചാറിന് എല്ലാത്തിനും തന്നെ. ഹായ്, ടേസ്റ്റ് ആണെങ്കിലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ അച്ചാറുകൾ ഉണ്ടാക്കുന്ന രീതി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അടിച്ചിടണേ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.